ഇന്നദ്ദീന യുസ്ർ. ദീൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. പ്രിയപ്പെട്ടവരെ, ദീന് ഒരു ബലാത്കാരമില്ല, ദീനിൽ ഒരു ഭാരമില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും ജീവിതത്തിന്റെ ഏതെല്ലാം സൽക്കർമ്മങ്ങളായാലും ഇതൊന്നും നമുക്ക് ഭാരമല്ല. പടച്ചവന് ഭാരമുള്ളതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ, പലിശ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോ, ജീവിതത്തിൽ ഒരു തിന്മയിലും നീ മുഴുക, മനുഷ്യന് ഭാരമല്ലല്ലോ. അള്ളാഹു ഭാരമുള്ളതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധമായ ഗ്രന്ഥം ഏതാണ്? അള്ളാന്റെ പരിശുദ്ധ ഖുർആനല്ലേ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴങ്ങിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോറിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി മഹാനായ നസലല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാഗഹുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് പ്രവാചകർ കോതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുൽ ഖുർസിയിൽ അല്ലാഹു പറയുന്നത്, എന്റെ പ്രിയ ആമന റസൂലു എന്ന് പറയുന്ന മഹത്തായ ഒരു സൂക്തമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തെ ഒരു ആയത്താണ്. ആമന റസൂലു എന്ന് പറയുന്ന ഒരു ആയത്താണ്. എല്ലാവർക്കും മനപ്പാടമുള്ള സൂറ ആയത്താണല്ലോ ആമന റസൂലു. ഈ ആമന റസൂലുവിൽ അല്ലാഹു പറയുന്ന ഒരു ഭാഗമുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു എന്ന അജയ്യനായ നമ്മുടെ സൃഷ്ടാവ് ഒരിക്കൽ പോലും നമ്മളോട് കഴിയാത്തതൊന്നുമല്ല പറഞ്ഞിട്ടില്ല. ചോദിക്കട്ടെ സഹോദരൻ, ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമായി സക്കാത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞത് നമുക്ക് ഭാരമാണോ? 5 നേരം 24 മണിക്കൂറിൽ മിനിറ്റ് 5 നേരം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് ഭാരമാണോ? ഒരിക്കലും ഭാരമല്ല. 12 മാസക്കാലങ്ങളിൽ 11 മാസക്കാലം യഥേഷ്ടം നമ്മൾ കഴിക്കുന്നവരാ. അതിൽ 1 മാസക്കാലം പകൽ മുഴുവനും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് വിധേയപ്പെടണമെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഭാരമല്ലല്ലോ സഹോദരങ്ങളെ. ആയുസ്സിൽ ഒരൊറ്റ വട്ടം പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ കഥന ഭാരങ്ങൾ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞത് അള്ളാഹു ഒരിക്കലും നമ്മളോട് ഭാരമുള്ളതൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പിന്നെങ്ങനെയാ നമ്മുടെ ജീവിതത്തിലെ ഭാരം വന്ന് കയറുന്നത്? അത് ഞാനും നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളിലൂടെയാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ